നാളെ വിഷുപ്പുലരിയാണ്. സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും നിറവായി കണിയൊരുക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. ചുട്ടുപൊള്ളുന്ന ചൂടിനിടയിലും വിപണികൾ കൂടുതൽ സജീവമാണ്. ആഘോഷം കെങ്കേയമാക്കാൻ മലയാളികൾ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തും കോഴിക്കോട് നിന്നും രമ്യാദാസും ചേരുകയാണ്. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, കണിയൊരുക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ, പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഓട്ടത്തിലാണ് മലയാളികൾ. പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞ് ആ പൊള്ളുന്ന ചൂട് കഴിഞ്ഞ് വെയിൽ മങ്ങുമ്പോൾ വൈകുന്നേരത്തോടെ എല്ലാവരും മാർക്കറ്റുകളിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലേ? കൂടുതൽ സമൃദ്ധിയോടെ ഈ വർഷത്തെ വിഷു ആഘോഷമാക്കി മാറ്റാൻ. ഇപ്പോൾ പ്രശാന്ത് എവിടെയാണുള്ളത്? അവിടുത്തെ ആ തിരക്ക് എത്രത്തോളമാണ്? കെ പി, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ തന്നെ പ്രശസ്തമായ ചാല കമ്പോളത്തിലാണ്, ചാല മാർക്കറ്റിലാണ്. ഈ ചാല മാർക്കറ്റിൽ രാവിലെ മുതൽ തന്നെ തിരക്ക് ഭയങ്കരമാണ്. ഈ കനത്ത ചൂടിനെയൊക്കെ വകവയ്ക്കാതെ തന്നെയാണ് ആളുകൾ മാർക്കറ്റിലേക്ക് എത്തുകയും സാധനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്തത്. ഇവിടെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ കാണാമായിരുന്നു. നമ്മൾ നേരത്തെ വന്നപ്പോൾ 7 മണി മുതൽ ഈ തിരക്ക് ആരംഭിച്ചു എന്നാണ് ഇവിടുത്തെ കച്ചവടക്കാരടക്കം പറയുകയും ചെയ്തത്. നമുക്ക് ഓണത്തിന് തലേ ദിവസം, തിരുവോണത്തിൻ്റെ തലേ ദിവസം ഉത്രാടപ്പാച്ചിൽ എങ്ങനെയാണോ ആ ഉത്രാടപ്പാച്ചിലിനെ ഓർമ്മിപ്പിക്കും വിധമാണിപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസവും ഇത്തരത്തിൽ വിഷു കണി സാധനങ്ങൾ വാങ്ങുന്നതിനായിട്ടുള്ള ആളുകളുടെ ഒരു തിരക്ക്. നാടും നഗരവും വിഷുപ്പുലരിയെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടത്. കാരണം വലിയ തിരക്ക് എല്ലായിടത്തും കാണാൻ കഴിയും. ഓരോ ഇടങ്ങളിലും, ചെല്ലുന്നിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ ആളുകൾ വിഷു സാധനങ്ങൾ വാങ്ങുന്നതിന്, കണിയൊരുക്കുന്നതിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നതിനുള്ള തിരക്കിലാണ്. ഇവിടെ നമുക്കത് കാണാൻ കഴിയും. അതായത് ഈ കണി ഒരുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം, കണിക്കൊന്ന അടക്കമുള്ളവ, അതോടൊപ്പം തന്നെ പഴങ്ങളും ഫലവർഗ്ഗങ്ങളും അടക്കം, ചക്കയും മാങ്ങയും, അതോടൊപ്പം തന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും, പഴങ്ങൾ, കരിമ്പ്, ഇതെല്ലാം ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. കിറ്റ് സഹിതമായിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പോൾ ചാല കമ്പോളത്തിൽ വലിയ തിരക്കാണ്. ഓരോയിടത്തും നിരവധി പേരാണ് ഇങ്ങനെ ഓടിയെത്തിക്കുന്നത്. ചേച്ചി, സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൂടിനൊക്കെ വഹിക്കാതെ ഓടിയെത്തിരിക്കണം. അല്ല, ചൂട് ഉള്ളതാണല്ലോ എല്ലാ വർഷവും, അതുകൊണ്ട് പിന്നെ അതൊരു വലിയ കാര്യമല്ല. എങ്ങനെ ഇപ്പോൾ ഈ കിറ്റൊക്കെ വാങ്ങിയിട്ട് അത്യാവശ്യം ഇതുകൊണ്ട് പര്യാപ്തമാവുമോ? ആവില്ല, ബാക്കി കുറച്ചും കൂടിയൊക്കെ കണക്ട് ചെയ്തെടുക്കണം. ഇവിടെ തന്നെ എങ്ങനെ ഈ കണി ഒരുക്കുന്നതിന്റെ ഒരു ട്രഡീഷനാണ് ചോദിക്കുന്നതെങ്കിൽ സോറി, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അതൊക്കെ വീട്ടിലുള്ളവർക്ക്. നമ്മൾ ആചരിക്കുന്നത് നമ്മൾ നോർമലി ഇതെല്ലാം വച്ച് കുട്ടികൾക്ക് വേണ്ടി, അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ രാത്രി എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. രാവിലെ കുഞ്ഞുങ്ങളെയും ഒക്കെ കൊണ്ടുവന്നത് കാണിക്കും. സദ്യ ഉണ്ടാവൂലല്ലേ? സദ്യ ഉണ്ടാവും, അത് ഇതിന്റെ ഭാഗമാണല്ലോ. പായസം എത്ര? ഒന്നേ ഉള്ളൂ തൽക്കാലം. അങ്ങനെ ഇങ്ങനെ കിറ്റുകളായിട്ടാണ് ഓരോ സാധനങ്ങൾ അടങ്ങി, എല്ലാ സാധനങ്ങളും അടങ്ങി കിറ്റുകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കച്ചവടം കങ്കേമമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളികൾ എല്ലാവരും ഇങ്ങനെ ഓടിയെത്തുകയും ചെയ്തു. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുഴപ്പമില്ല. ഞാൻ രാവിലെ മുതൽ തന്നെ നിൽക്കുമല്ലേ? രാവിലെ മുതൽ നിൽക്കുകയാണ്. പിന്നെ കുഴപ്പമില്ല, കച്ചവടമൊക്കെ നടന്നു. ഇത് എവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത്? ഇത് കളക്ട് ചെയ്യുന്നത് നമ്മളെല്ലാം പൈസ കൊടുത്താണ് വാങ്ങിയത്. കംപ്ലീറ്റ് ഓരോരുത്തർ ചെന്ന് കളക്ട് ചെയ്യും. പൈസ അവർ ചോദിക്കുന്ന പൈസ കൊടുക്കില്ല. നമുക്കൊരു ന്യായമായിട്ടുള്ളതുണ്ടല്ലോ, ആ വില പറയുന്നു, വാങ്ങിക്കുന്നു. കണി സാധനങ്ങൾ ഒരുക്കാൻ എത്ര ദിവസം മുമ്പുള്ള തയ്യാറെടുപ്പുകളാണ് ഇത്? 1 മാസം കൊണ്ടുള്ള തയ്യാറെടുപ്പാണ്. 1 മാസം എടുത്തുള്ള തയ്യാറെടുപ്പ്? 1 മാസം എന്ന് വെച്ചാൽ പലയിടത്തും പോയി നോക്കി അങ്ങനെ കളക്ട് ചെയ്ത് ആദ്യം അഡ്വാൻസ് പൈസ കൊടുക്കും, പിന്നെ ആ സമയം പൈസ കൊടുക്കും. വലിയൊരു കഷ്ടപ്പാടും ഇതിന് പിന്നിലുണ്ട് കെ പി. കാരണം 1 മാസത്തെ കഷ്ടപ്പാടുകളാണ് ഇവർ ഓരോ സ്ഥലങ്ങളിൽ പോവുകയും ഓരോ സാധനങ്ങൾ കാണുകയും കണ്ടു വെച്ചതിന് ശേഷമാണ് പിന്നീട് അഡ്വാൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഈ കണി ഒരുക്കുന്ന സാധനങ്ങളുമായിട്ട് എല്ലാം എത്തുന്നത്. അങ്ങനെ ആ ഒരു വലിയ കഷ്ടപ്പാടുണ്ട്. ഹലോ, അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ പ്രധാന ഒരു മാർക്കറ്റാണ് ചാല മാർക്കറ്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി കഴിയുന്നതോടുകൂടിയായിരിക്കും കൂടുതൽ തിരക്കുകൾ ഉണ്ടാവുക. ചേട്ടാ, എങ്ങനെയുണ്ട്? തിരക്കൊക്കെ ഉണ്ടോ? കച്ചവടം എങ്ങനെ നടക്കുന്നുണ്ട്? കച്ചവടം കുഴപ്പമില്ല, നടക്കുന്നുണ്ട്. രാവിലെ മുതൽ നിൽക്കുമല്ലേ കച്ചവടം? രാവിലെ അല്ലേ, നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ്. അങ്ങനെ കെ പി, കച്ചവടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കടിവെള്ളരി അടക്കമുള്ള സാധനങ്ങൾ, അതോടൊപ്പം കണിക്കൊന്ന, പ്രത്യേകിച്ച് കണിക്കൊന്നയൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ തന്നെ ലഭിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. അതിൽ പുഷ്പമാണ്.
എന്നാൽ ഇപ്പോൾ അത് കടകളിൽ നിന്ന് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. കാലം മാറിയതോടുകൂടി തന്നെ സംഭവിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങളെല്ലാം ഇതിങ്ങനെ പ്രശാന്ത്, കാലമെത്ര മാറിക്കഴിഞ്ഞാലും ഈ ആചാരങ്ങൾ, അതിൻ്റെ ആ ഒരു രീതികൾ, ശീലങ്ങൾ, അത് മലയാളികൾ ഒരിക്കലും മാറ്റില്ല. അത് തന്നെയാണ് നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നത്. കാരണം കണി വെച്ച് കുഞ്ഞുങ്ങളെ കണി കാണിച്ച് ആ കൈനീട്ടമൊക്കെ നൽകി അങ്ങനെ ഒരു ഒരു പുതിയ കാലത്ത്, ഒരു സമൃദ്ധിയുടെ, ഒരു പ്രതീക്ഷയുടെ ഒരു പുതിയ കാലത്തെയാണ് മലയാളികൾ നാളെ വരവേൽക്കുന്നത്. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളുമാണ് അവർ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതല്ലേ. പ്രത്യേകിച്ച് ചാലയിൽ ഉടനീളം നമുക്ക് ഇപ്പോൾ അവർ പല പ്രതികരണങ്ങളും തേടിയപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. കണിയൊരുക്കാൻ എന്തൊക്കെ സാധനങ്ങളാണോ വേണ്ടത് അതൊക്കെയും അവിടെ ലഭ്യമാണ്, സുലഭമാണ് അല്ലേ? KP, തീർച്ചയായും ഏതൊക്കെ സാധനങ്ങളാണോ കണിയൊരുക്കുന്നത് അതെല്ലാം ഇവിടെ സുലഭമാണ്. എല്ലാം ഇവിടെ ലഭിക്കുകയും ചെയ്തു. അത് കൃഷ്ണൻ്റെ മൂർത്തി ആയിക്കോട്ടെ, പുഷ്പങ്ങളായിക്കോട്ടെ, വിവിധ തരത്തിലുള്ള, അതായത് കണിക്കൊന്നയും അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളും എല്ലാം പുഷ്പവിപണി അടക്കം സജീവമാണ്. മാത്രമല്ല പട്ടുവസ്ത്രങ്ങൾ, കണ്ണനെ അണിയിക്കുവാനുള്ള പട്ടുവസ്ത്രങ്ങളുണ്ട്. അങ്ങനെ പട്ടുവസ്ത്രങ്ങളടക്കം അതിൻ്റെ അടക്കമുള്ള വിപണികളും സജീവമാണ്. കൃഷ്ണൻ്റെ മൂർത്തി, ഓടക്കുഴൽ ഊതിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ, അങ്ങനെ കണ്ണൻ്റെ മൂർത്തിയുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങനെ പുഷ്പങ്ങളുടെ ഒരു വിപണി ഈ ഓണക്കാലത്തിന് സമാനമായി തന്നെയാണ് ഈ വിഷുക്കാലവും. വിഷുക്കാലത്തും പുഷ്പവിപണി അടക്കം വലിയ രീതിയിൽ സജീവമാകുന്നൊരു സാഹചര്യവും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ എല്ലാ തരത്തിലുള്ള വിപണികളും സജീവമാകുന്നു. പട്ടുവസ്ത്രങ്ങളടക്കമുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം അതോടൊപ്പം ഈ കണിയൊരുക്കുന്നതിനുള്ള എല്ലാ ആഘോഷങ്ങളും തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കണിയൊരുക്കുന്നതിനുള്ള എല്ലാം ചിട്ടവട്ടങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുക, ഓരോന്നായിട്ട് മേടിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെ വാങ്ങിച്ചു? കണി ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. കണിക്കൊന്ന മെയിനായിട്ട് നമുക്ക് വേണ്ടത് കണിക്കൊന്നയാണല്ലോ. കണിക്കൊന്ന മേടിച്ചു. എന്തോ കിട്ടാനുണ്ടോ അത് കണിക്കൊന്നപ്പോ? കണിക്കൊന്ന കിട്ടാനില്ല, അതുകൊണ്ട് അത് പ്ലാസ്റ്റിക് മേടിച്ചു വെച്ചേക്കണത്. ഇപ്പൊ എല്ലാം ആർട്ടിഫിഷ്യൽ ആണല്ലോ. കണിക്കൊന്ന കിട്ടാറുണ്ട്, കുഴപ്പമില്ല. അല്ല, കണിപ്പ് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് കണിക്കുന്ന കിട്ടിയത്. നമ്മൾ അവിടെയൊക്കെ നോക്കിയിട്ട് തേടിയൊന്നും കിട്ടില്ല. പിന്നെ ചാലക്കകത്ത് വന്നു വാടില്ലല്ലേ, അതാണ്. അതുകൊണ്ട് എല്ലാം കിട്ടി. നമ്മൾ വിചാരിച്ച എല്ലാ സാധനങ്ങളും ചാലക്കകത്ത് കിട്ടി. കിറ്റുകളായിട്ട് വാങ്ങിച്ചാണോ അതോ അല്ല സെപ്പറേറ്റ് വാങ്ങിയതാണല്ല, ഓരോരുത്തരും ഓരോന്നിട്ട് വാങ്ങിയത്. അതെ, കരമനയുള്ളതാണ്. അതെ, എല്ലാ വർഷവും ഇങ്ങനെ കണിയൊരുക്കി ഒരുക്കും, എല്ലാ വർഷവും. ഇതിന്റെ ആചാരവും ചിട്ടവട്ടങ്ങളൊക്കെ അതൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടാണോ? അതെല്ലാം നമ്മൾ അതിന്റെ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എങ്ങനെയാ അതിന്റെ ഒരുക്കൊക്കെ? ഒരുക്കത്തെ ഒരേ വർഷം ഒരേ രീതിയിൽ തന്നെയാണ് ഒരുക്കുന്നത്. ഒരേ വർഷം പോകുമ്പോൾ മാറ്റങ്ങൾ വരുമല്ലോ, അതനുസരിച്ചായിട്ട് ഒരുക്കുന്നുണ്ട്. പഴമയും ഒന്നും ചോരാതെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ലഭിക്കും. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് കണിക്കൊന്ന അടക്കം ലഭിക്കുന്നുണ്ട്. ചിലർ പ്ലാസ്റ്റിക്കിന്റെ കണിക്കൊന്നയും വാങ്ങുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിപണിയിലെ ലഭ്യതകൾ വളരെ ഇതാണ്. കാരണം കണിക്കൊന്ന പല ഇടങ്ങളിൽ നിന്നൊക്കെ തേടിക്കൊണ്ടാണ് ഇവർ എത്തുന്നത്. അപ്പോൾ വാടിപ്പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിപണി വലിയ രീതിയിൽ സജീവമാണ്. ഇനി മണിക്കൂറുകൾ മാത്രം ആണ്, കുറച്ചുകൂടി കഴിയുന്നതോടുകൂടി തന്നെ, അതായത് വെയിൽ കഴിഞ്ഞ് ഒരു 6 മണിക്ക് ശേഷമാകുമ്പോൾ ഇതിൽ കൂടുതൽ സജീവമാകും. കാരണം അവസാനവട്ടം നമ്മൾ പറയാറുള്ള ഉത്രാടപ്പച്ചിലെന്ന് പറയാറുള്ളതുപോലെ തന്നെ എല്ലാ സാമഗ്രികളും സാധനങ്ങളും കണിക്കുന്ന അടക്കമുള്ള കണിയൊരുക്കുകളെല്ലാം അവസാനവട്ട ഒരുക്കാണ് ഇനി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ജോലികളിൽ തിരക്കുകളിലൊക്കെ നിൽക്കുന്ന മനുഷ്യരാണ് അവർ. അവരുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിനൊക്കെ കടക്കിയത്. നമുക്കിവിടെ ചേട്ടാ എങ്ങനെയുണ്ട്? രാവിലെ തൊട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഒറ്റ നിപ്പ് കച്ചവടം? ഇല്ല, ഞാൻ വാങ്ങിക്കാണല്ലേ? എങ്ങനെയുണ്ട്? എല്ലാം വാങ്ങിച്ചോ? ഇല്ല, വാങ്ങിച്ചോണ്ടിരിക്കുന്നു. ഏതൊക്കെയാ? പൂക്കളും ഇതൊക്കെ വാങ്ങിച്ചു. മറ്റേ മത്തനും പൈനാപ്പിൾ ഇതൊക്കെ വാങ്ങിക്കാനാണ്. പല ഇതായിട്ട് മേടിക്കുകയാണോ അതോ ഒരു കിറ്റായിട്ട് തന്നെ വാങ്ങിച്ചെടുക്കുകയാണ്? ഓരോന്ന് സെപ്പറേറ്റ് എടുക്കും. ഞാൻ ആദ്യം കരുതി ചേട്ടൻ നേരത്തെ ഇവിടെ നിൽക്കുന്നതാണ്. രാവിലെ വന്നപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ എല്ലാ ചിട്ടവട്ടങ്ങളും ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണി ഒരുക്കുന്നതിനുള്ള കണി വെള്ളരിയും അതോടൊപ്പം തന്നെ പൈനാപ്പിൾ, അതോടൊപ്പം തന്നെ ഇങ്ങനെ ഓരോ ഫലവർഗ്ഗങ്ങൾ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. അവർക്ക് വരുന്ന ആളുകൾക്ക് ആവശ്യത്തിന് ശേഖരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കൃഷ്ണമൂർത്തികൾ, മയിൽപ്പീലി, ഇങ്ങനെ എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ്. വിപണി വളരെ സജീവമാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്. നമുക്ക് സർക്കാർ സ്ഥാപനങ്ങളടക്കം നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്ത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നടക്കം ഇതര സ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് ഇവിടേക്ക് എത്തുകയും താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവരെല്ലാവരും ഇത്തരത്തിൽ വിഷു ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂട്ടമായിട്ട് ഇവിടേക്ക് ഇങ്ങനെ എത്തുന്ന ഒരു സാഹചര്യമാണ്, ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിപണി വളരെ രീതിയിൽ സജീവമാകുന്നു. കുറച്ചുകൂടി കഴിയുന്നതോടുകൂടി തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തും.
എത്തുകയും നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള മനുഷ്യരുടെ ഒരു പ്രളയം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ആ രീതിയിലേക്ക് വിപണി സജീവമാകുകയും ചെയ്യും. എന്തായാലും വിഷുവിനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ഓരോ ഇടങ്ങളിൽ നിന്നും. പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ വിഷുവിനെ ആഘോഷമാക്കാനുള്ള, ഉത്സവമാക്കാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ ഓരോരുത്തരും. അത്രത്തോളം തിരക്ക് തന്നെയാണ് ഉച്ചകഴിഞ്ഞ ഓരോ സ്ഥലങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചാല മാർക്കറ്റിലെ വിശേഷങ്ങൾ, മനോഹരമായ കാഴ്ചകളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്.